السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. സന്തോഷമുള്ള പ്രഭാതവും സംതൃപ്തിയുള്ള പ്രദോഷവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, മനുഷ്യബന്ധങ്ങൾ അത് സൗഹൃദപരമായി മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നത്. നാം നമ്മുടെ കുടുംബത്തോടും അയൽവാസികളോടും സുഹൃത്തുക്കളോടും മറ്റു ബന്ധപ്പെട്ട എല്ലാവരോടും ഐക്യത്തിലും സ്നേഹത്തിലും വർത്തിക്കുമ്പോൾ അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ വർദ്ധിച്ച അനുഗ്രഹങ്ങൾ നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലെ, ഭക്ഷണത്തിലും ആയുസ്സിലും വർധനവുണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയോട് മറുപടി പറഞ്ഞത്, നീ നിന്റെ കുടുംബക്കാരുമായി നല്ല രൂപത്തിൽ സൗഹൃദത്തിൽ വർത്തിക്കുക എന്നാണ്. മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവർക്കാണല്ലോ കുടുംബക്കാർ എന്ന് പറയുന്നത്. കുടുംബക്കാരായ ആളുകളോട് അവരിങ്ങോട്ട് അകലുകയാണെങ്കിലും അങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കുടുംബബന്ധം പുലർത്തുക എന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഒരുപാട് സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഹദീസിൽ കാണാം, കുന്നാ ജുലൂസൻ അശിയത അറഫ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫ ദിവസം വൈകുന്നേര സമയത്ത് ഞങ്ങൾ എല്ലാവരും ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഇരിക്കുകയായിരുന്നു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യുജാലിസുനി മൻ അംസാ ഖാത്തിയുർ റഹം ലം യഖും അന്നാ. കുടുംബബന്ധം മുറിച്ച ആരും തന്നെ എന്നോടൊപ്പം ഈ സദസ്സിൽ ഇരിക്കരുത്, അവർ എഴുന്നേറ്റ് പോയിക്കൊള്ളട്ടെ. ഫലം യഖും അഹദുൻ ഇല്ലാ റജുലുൻ കാന മിൻ അഖ്സൽ ഹൽഖത്തി. ആ സദസ്സിന്റെ അറ്റത്തെ ഒരു ഭാഗത്തിരുന്നിരുന്ന ഒരാള് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അയാളല്ലാതെ മറ്റാരും തന്നെ എഴുന്നേറ്റ് പോയില്ല. കുറച്ചു കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വ്യക്തിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ ലക ലം യഖും അഹദു മിൻ ഹൽഖത്തി ഗൈറുക. നീ അല്ലാതെ മറ്റാരും ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയില്ലല്ലോ, നീ മാത്രം പോകാൻ എന്താണ് കാരണം? ഖാല, ആ വ്യക്തി പറയുകയാണ്, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സമിഅ്തു അല്ലദീ ഖുൽത, താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഫഅതൈതു ഖാലത്തൻ ലീ കാനത് തുസാരിബുനി, ഞാനുമായി വഴക്കിലായിരുന്ന, ഞാൻ തെറ്റിലായിരുന്ന എൻ്റെ ഒരു ഇളയമയുടെ അടുക്കലേക്കാണ് ഞാൻ പോയത്. ഞാൻ പോയപ്പോൾ ഫഖാലത് മാ ജാഅ ബിക മാ ഹാദാ മിൻ ദബിക, എന്താണ് ഇപ്പൊ നീ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? നീ സാധാരണ വരാത്ത ആളാണല്ലോ, നീ എന്നോട് വഴക്കിലും തെറ്റിലുമാണല്ലോ, എന്താണ് പിന്നെ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു എൻ്റെ ഇളയമ. ഫഅഖബർതുഹാ ബില്ലദീ ഖുൽത, അപ്പൊ ഞാൻ ഹബീബായ നബിയെ, അങ്ങ് പറഞ്ഞ കുടുംബബന്ധം വിച്ഛേദിച്ച, കുടുംബക്കാരുമായി തെറ്റിയിട്ടുള്ള ആരും തന്നെ എന്റെ സദസ്സിലിരിക്കരുത് എന്ന് അങ്ങ് കൽപ്പിച്ച കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി.
അങ്ങനെ ഞാൻ എൻ്റെ ഇളയമാക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും എനിക്ക് വേണ്ടിയും ഞാൻ പൊറുക്കലിനെ തേടുകയും ചെയ്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഹ്സൻ, ഇജ്ലിസ്, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് നീ അവിടെ ഇരിക്കും. ഇല്ലാ അന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാത്തിയുർ റഹീം. കുടുംബബന്ധം മുറിച്ച ഒരാള് ഒരു സദസ്സിലുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. അതുകൊണ്ട് ഇപ്പോൾ നീ സന്തോഷവാനായി നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു, അതുകൊണ്ട് ഈ സദസ്സിൽ നീ ഇരിക്കുക എന്ന് ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് ഹദീസിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ അതിന്റെ ഹക്കായ രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടെ